ഒരു ടോപ്പ് ഈസിയായി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മെഷർമെൻറ്റ്സ് ആണ് വേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരു ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പത്തിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള മെഷർമെൻറ്റ്സും അതെങ്ങനെയാണ് നമ്മൾ ഫാബ്രിക്കിൽ കട്ട് ചെയ്യുന്നതെന്നുള്ള രീതി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കൊരു ടോപ്പിന് ആദ്യം വേണ്ടത് ലെങ്ത്, പിന്നെ ഷോൾഡർ, പിന്നെ അപ്പ് ചെസ്റ്റ് വേണം, ചെസ്റ്റ് ലെങ്ത് വേണം, ചെസ്റ്റിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതും വേണം, പിന്നെ വേസ്റ്റ് ലെങ്ത് വേണം, വേസ്റ്റിൻ്റെ വിഡ്ത്ത് എത്രയാണോ അത് വേണം, പിന്നെ സ്ലിറ്റ് ലെങ്ത്, സ്ലിറ്റിൻ്റെ വിഡ്ത്ത് വേണം, പിന്നെ ആം ഹോൾ വേണം, സ്ലീവ് ലെങ്ത് വേണം, നെക്ക് ലെങ്തും ഫ്രണ്ടിലെത്തതും ബാക്കിലെത്തതും വേണം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഫാബ്രിക്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ മെഷർമെൻറ്റ്സ് എവിടേക്കാണ് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ മെഷർമെൻറ്റ്സ് ഇതിൽ എഴുതിയിട്ടില്ല. ഈ ഒരു എഴുതിയേക്കുന്ന ലെങ്ത്, ഷോൾഡർ അതെല്ലാം നമ്മൾ എവിടെയാണ് ആ ഒരു മെഷർമെൻറ്റ്സ് വരുന്നതെന്നുള്ളതാണ് ജസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു റഫ് ഇമേജ് ഇവിടെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഷോൾഡർ എവിടെയാണെന്നും ലെങ്ത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നും അപ്പ് ചെസ്റ്റ് എവിടെയാണ് വരുന്നത്, ചെസ്റ്റ് എവിടെയാണ് വരുന്നതെന്ന്, വേസ്റ്റ് എവിടെയാണ് വരുന്നതെന്നെല്ലാം നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു മേലത്തെ ഷോൾഡർ ടിപ്പിൽ ആ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ളതാണ് ഷോൾഡർ ലെങ്ത്, ഫുൾ ഷോൾഡർ ലെങ്ത് എന്ന് പറയുന്നത്. നമ്മൾ ഒരു തുണിയിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫാബ്രിക്കിനെ 4 ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ പോയിന്റ് വരുമ്പോഴേക്ക് ഇപ്പോൾ ഷോൾഡർ എത്രയാണോ അതിൻ്റെ ഹാഫ് ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഈ മാർക്ക് ചെയ്യുന്നതെല്ലാം നമ്മൾ തയ്യൽ തുമ്പ് ഇല്ലാതെയാണ് നമ്മൾ ഷോൾഡറിൻ്റെ പോർഷനിലും ഇപ്പം മാർക്ക് ചെയ്യുന്നത് ആം ഹോളാണ്. ആം ഹോളിലെ പോർഷനിലും 1/2 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ ആയിട്ട് ഇടേണ്ടത്. അതായത് നമ്മളിപ്പം 6 ആണ് ഷോൾഡർ വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു 6.5 ഇടുക. അപ്പോൾ ആം ഹോളിൽ അവിടെ ഒരു 1/2 ഇഞ്ച് നമുക്ക് കിട്ടും. പിന്നെ മേളിലേക്കുള്ള ലെങ്ത്തിൻ്റെ കൂടെ 40 ആണ് ലെങ്ത് വരുന്നതെങ്കിൽ ഒരു 40 മേളിലത്തെ തയ്യൽ, 1/2 ഇഞ്ച് മേളിലത്തെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പും താഴത്തെ തയ്യൽ തുമ്പ് ഒരു ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ 41.5 ടോട്ടൽ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് ലൈനാണ് അപ്പ് ചെസ്റ്റ് വരച്ചേക്കുന്നത്. അതിൽ സെക്കൻഡ് ലൈനാണ് ചെസ്റ്റ്. അതിൻ്റെ ലെങ്ത് എത്രയാണോ വരുന്നത് ആ ലെങ്ത്തിലെ വിഡ്ത്ത് വരുന്നതാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത് എത്രയാണോ വരുന്നത് അവിടുത്തെ വിഡ്ത്ത് എത്രയാണെന്നുള്ളതാണ് വേസ്റ്റ്. അതുപോലെ തന്നെ അടുത്ത നമ്മൾ സ്ലിറ്റിൻ്റെ ലെങ്ത് എത്രയാണോ അവിടുത്തെ വിഡ്ത്ത് എത്രയാണെന്നുള്ളതാണ് സ്ലിറ്റിൻ്റെ പറയുന്നത്. പിന്നെ സ്ലിറ്റിൽ നിന്ന് നേരെ താഴത്തേക്ക് നമ്മുടെ ലെങ്ത് എത്രയാണെന്നുള്ളത് അവിടത്തേക്ക് ഒരു ലൈൻ വരക്കുക, അത് സ്ട്രെയിറ്റ് കട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെയല്ല നമ്മൾ അപ്പ് ചെസ്റ്റിൻ്റെയും ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും സ്ലിറ്റിൻ്റെയൊക്കെ കൂടെ നമ്മളൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പിടണം. സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പോർഷനിലേക്ക് നമ്മളൊരു 1 ഇഞ്ച് തയ്യൽ തുമ്പിടുക. അപ്പം ഞാൻ ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് റഫായിട്ട് എഴുതുവാണ്. ഈ ഒരു റഫ് മെഷർമെൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഫാബ്രിക്കിലെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യേണ്ടതെന്നാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളൊരു ഫാബ്രിക്കിനെ 4 ഫോൾഡ് ചെയ്തിട്ടാണ് അതിൻ്റെ മെഷർമെൻറ്റ്സ് നമ്മൾ അതിൽ മാർക്ക് ചെയ്യുന്നത്. അതിൽ അപ്പ് ചെസ്റ്റ് എന്ന് പറയുന്നത് 31.5 ആണ്. അതിന് ഡിവൈഡഡ് ബൈ 4 അത് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മൾ ആ ഒരു പോയിന്റിൽ മാർക്ക് ചെയ്യേണ്ടത്. പ്ലസ് നമ്മൾ അതിൻ്റെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചെസ്റ്റിന് 32.5 ഡിവൈഡഡ് ബൈ 4 അതിനോട് 1.5 ഇഞ്ച് കൂട്ടുക. ഇങ്ങനെ വേസ്റ്റിലും സ്ലിറ്റിലും എല്ലാം 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടുക. സ്ലിറ്റിൻ്റെ പോർഷനിൽ നമ്മൾ ഒരു 1 ഇഞ്ച് കൂട്ടുക. ഈ ഒരു രീതിക്ക് കട്ട് ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,